സ്കൂളുകളിൽ പോകാതെ മുങ്ങി നടക്കുന്ന വിദ്യാർത്ഥികളെ നിരീക്ഷിക്കാനും ലഹരി സംഘങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാനുമാണ് വാച്ച് ദി ചിൽഡ്രൻ പദ്ധതി പോലീസ് ആരംഭിച്ചത്. സ്കൂൾ പ്രവൃത്തി ദിനങ്ങളിൽ പിങ്ക് പോലീസ് ബീച്ചിലും പാർക്കിലും തിയേറ്ററുകളിലും വരുന്ന കുട്ടികളെ നിരീക്ഷിക്കും. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്ന വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യും. സ്കൂളിൽ നിന്ന് മുങ്ങുന്ന കുട്ടികളെ കണ്ടാൽ രക്ഷിതാക്കളെ വിവരമറിയിക്കും. സ്കൂൾ അധികൃതരുമായും പൊതുജനങ്ങളുമായും സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് കണ്ണൂർ ACP TK രത്നകുമാർ പറഞ്ഞു. അത് ഈ വർഷം സ്കൂൾ തുറക്കുന്ന സമയം തന്നെ ആരംഭിക്കുമ്പോൾ തന്നെ തുടങ്ങണം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് വാച്ച് ദ ചിൽഡ്രൻ കെയർ ദ ചിൽഡ്രൻ എന്ന ക്യാപ്ഷനിൽ ഈ വർഷം ആ പദ്ധതി ആരംഭിച്ചത്. ഇപ്പോൾ ഏകദേശം 15ഓളം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും ഈ പരിശോധന തുടങ്ങുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ തന്നെ സ്കൂൾ തുറന്ന ഈ ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടികൾ നമുക്ക് ബീച്ചിലും കോട്ടയിലും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇന്നലെ രാവിലെ തന്നെ 3 കുട്ടികളെ നമ്മൾ കണ്ടെത്തി. അവരെ വീട്ടിലറിയിച്ചപ്പോൾ അവർ സ്കൂളിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അവരെ വീട്ടുകാരെ വിളിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് വീട്ടിലെത്തി എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മുടെ പിങ്ക് പോലീസ് നമ്മുടെ ഈ വനിതാ പോലീസുകാർ മടങ്ങിയത്. തീർച്ചയായിട്ടും ഇത് ഈ അധ്യയന വർഷം മുഴുവനായിട്ടും നടത്താൻ തന്നെയാണ് ആലോചിക്കുന്നത്. അതിന് നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ, സ്കൂൾ അധികൃതർ, വ്യാപാരികൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ഇങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകളുടെയും സഹകരണം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ പൂർണ്ണമായ സഹകരണം നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. സ്കൂളിൽ സംശയകരമായ സാഹചര്യത്തിൽ ക്ലാസ്സിൽ വരാതിരിക്കുന്ന കുട്ടികളെ ഈ പോലീസിനെ അവരുടെ വിവരം പോലീസിനെ അറിയിക്കാമെന്ന് സ്കൂൾ അധികൃതരും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ മയക്കുമരുന്നിന് മറ്റോ അടിമപ്പെട്ടോ എന്ന് സംശയം തോന്നുന്ന കുട്ടികൾ ക്ലാസ്സിൽ വരാതിരിക്കുന്ന ഒരവസരം ഉണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുകയാണെങ്കിൽ അവരുടെ വീടുകളിലും അവരുടെ സുഹൃത്തുക്കളുടെയും അവരുടെ ബന്ധങ്ങളും ഒക്കെ പരിശോധിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു ദീർഘകാല പദ്ധതിയും കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടപ്പാക്കി വരുന്നത്. പിടിയിലാവുന്നതിൽ കൂടുതലും കൗമാരക്കാരായ കമിതാക്കളാണ്. 2 മാസം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട 17കാരിയെ കാണാൻ ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരിലെത്തിയ 2 പേരെ പോലീസ് ഇന്ന് കണ്ണൂർ കോട്ടയിൽ വെച്ച് കയ്യോടെ പൊക്കി. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് യൂണിഫോമിൽ ഇറങ്ങും. പാതി വഴിയിൽ യൂണിഫോമിന് മുകളിൽ കയ്യിൽ കരുതിയ മറ്റു വസ്ത്രം ധരിക്കലുമാണ് ഇത്തരക്കാരുടെ പതിവ്. സ്കൂൾ ടൈം നമ്മൾ സ്കൂൾ പരിസരങ്ങളിൽ ഊടുവഴികളിലൊക്കെ പട്രോളിംഗ് നടത്തി പരിശോധന നടത്താറുണ്ട്. സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം സാധാരണ കണ്ടുവരുന്ന കേസുകളിൽ യൂണിഫോമിന് മുകളിൽ ടോപ്പ് പോലെയുള്ള ഡ്രസ്സുകൾ ധരിച്ച് പർദ്ദ ടോപ്പ് പോലെയുള്ള ഡ്രസ്സുകൾ ധരിച്ച് നമുക്ക് സംശയം ഉണ്ടാകും. കുട്ടികളെ കണ്ടാൽ മനസ്സിലാവും ഏകദേശം പ്രായം കുറവായിരിക്കും, കാഴ്ചയിൽ പ്രായം കുറവായിരിക്കും. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളി യൂണിഫോം ധരിച്ചിട്ടുണ്ടായിരിക്കും. വീട്ടുകാരോട് കളവ് പറഞ്ഞാണ് ഇത്തരം കുട്ടികൾ സുഹൃത്തിൻ്റെ വീടുകളിലേക്ക് പോവുക, പിന്നെ പുസ്തകം വാങ്ങുന്നതിന്, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് ആണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. സ്കൂളിൽ പോവാത്ത അവസരത്തിൽ പോലും, ലീവായ അവസരത്തിൽ പോലും ഇത്തരം കളവ് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. പാരൻസ് ഇക്കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ ബാഗ് പരിശോധിക്കുക, അവരെ കൂട്ടുകാരായിട്ട് സംസാരിക്കുക, ഏത് കൂട്ടുകാരുടെ കൂടെയാണ് പോകുന്നത് എന്ന് കൺഫേം ചെയ്യുക. കൂട്ടുകാർ ചിലപ്പം ഒന്നിച്ചു പോകും. ആ അവസരത്തിൽ അവരെ വീട്ടുകാരോടും കൂടി കോണ്ടാക്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക്, കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം ഒക്കെ ഒരു ബ്രേക്കാകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ദിവസേന ഇങ്ങനെയുള്ള കേസസ് കിട്ടുമ്പോൾ വിഷമം തോന്നുന്നു. കുട്ടികളുടെ ഭാവിക്കാണ് ഇത്തരം കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടായി പോകുന്നത്. ആലപ്പുഴയിൽ നിന്ന് വന്ന 2 ആൺകുട്ടികൾ, 20-21 വയസ്സുള്ള 2 ആൺകുട്ടികൾ, 17 വയസ്സുള്ള ഇവിടെയുള്ള ഒരു പെൺകുട്ടിയോട് കേവലം 2 മാസം മാത്രം കാലയളവിൽ ഇൻസ്റ്റയിൽ ഉള്ള പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം ഇവിടെ കോട്ടയിൽ നിന്ന് നമുക്കവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. തുടർ നടപടിക്കായി വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് വേണ്ട നടപടി ചെയ്യുന്നതായിരിക്കും. സ്കൂൾ പരിസരത്തെ പൂവാലന്മാരെ പൂട്ടാൻ കൂടിയാണ് ഈ പദ്ധതി. കഴിഞ്ഞ വർഷം